വ്യാജരേഖ ചമച്ചുള്ള അവയവ കടത്തിൽ മുഖ്യ സൂത്രധാരനെയും ഭാര്യയെയും ചോദ്യം ചെയ്ത് ഇ.ഡി. മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ എന്നിവരെ ജയിലിൽ എത്തിയാണ് ചോദ്യം ചെയ്തത്. കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ചോദ്യം ചെയ്യൽ. എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ 3 മാസമായി ജയിലിലാണ്. സ്വകാര്യ ആശുപത്രികളുമായുള്ള ബന്ധം സംബന്ധിച്ചും ഇ.ഡി. വിവരങ്ങൾ ശേഖരിച്ചു. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അടുത്തിടെ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് വ്യാപക റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തിയിരുന്നു. ചില സ്വകാര്യ ആശുപത്രികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഇപ്പോൾ ഈ ജയിലിലെത്തി ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും വിശദാംശങ്ങൾ ഇ.ഡിക്ക് ലഭിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ രേഷ്മ? ഗൗതം, വ്യാപകമായിട്ട് ഈ ഒരു അവയവമാറ്റ അല്ലെങ്കിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം ഇ.ഡി. നടത്തുന്നുണ്ട്. നേരത്തെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളെയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരെയും ഇ.ഡി. വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് മുഹമ്മദ് നജീബാണ്. ഈ മുഹമ്മദ് നജീബും ഭാര്യ റഷീദയും 3 മാസമായിട്ട് ജയിലിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇ.ഡിക്ക് ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുമതി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇ.ഡി. അന്വേഷണ സംഘം നജീബിനെയും റഷീദയെയും ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ചില വിശദാംശങ്ങൾ ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി അന്വേഷണം നടത്തിയ ശേഷം ചില തെളിവുകൾ ഇ.ഡി. അന്വേഷണ സംഘം ശേഖരിക്കും. അതിനുശേഷം ചില ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലേക്കായിരിക്കും ഇ.ഡി. സംഘം കടക്കുക. കാരണം ഈ നിയമവിരുദ്ധമായിട്ടാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം ആശുപത്രി മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നു. അത് നേരത്തെ ഈ ചോദ്യം ചെയ്ത വേളയിൽ ചില ഡോക്ടർമാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മുഹമ്മദ് നജീബും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളും തമ്മിൽ നടത്തിയ ചില ധാരണകളുടെ അതായത് കരാറുകളുടെ രേഖകളും ഇ.ഡിക്ക് ലഭ്യമായിരുന്നു. ആ കരാർ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നലെ ജയിലിലെത്തിയ ശേഷം നജീബിനോടും റഷീദയോടും ഇ.ഡി. സംഘം അന്വേഷിച്ചത്. ഈ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര രൂപയാണ്, എത്ര പണമാണ് ഏജന്റുമാർക്ക് കമ്മീഷൻ ഇനത്തിൽ നൽകാൻ സാധിക്കുക, അതായത് ഈ രോഗികൾക്ക് കൊടുക്കുന്ന ദാതാക്കളെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് അവർക്ക് എത്ര രൂപ കൊടുക്കണം, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് എത്ര രൂപയാണ് ഈ കമ്മീഷൻ ഇനത്തിൽ ഏജന്റുമാർക്ക് നൽകുക. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നേരത്തെ പറഞ്ഞുറപ്പിക്കുന്ന തുകയൊന്നും തന്നെയല്ല ഈ പറയുന്ന ദാതാക്കൾക്ക് ഈ നജീബ് ഉൾപ്പെടുന്ന സംഘം കൊടുത്തിരുന്നത്. അതിൽ വ്യാജരേഖ ചമയ്ക്കൽ മാത്രമല്ല, തട്ടിപ്പും നടന്നിരുന്നു എന്നാണ് ഇ.ഡി. കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും നജീബിനെയും റഷീദയെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് വീണ്ടും മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കത്തിലേക്കും നടപടിയിലേക്കുമായിരിക്കും ഇ.ഡി. അന്വേഷണ സംഘം കടക്കുക. ഗൗതം, വ്യക്തമാണ് രേഷ്മ. എന്തായാലും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റു കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ പിടിമുറുക്കുകയാണ്. ഇതിലെ പ്രധാന ഖണ്ഡികളെ ജയിലിൽ എത്തി ചോദ്യം ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.